നമ്മളെല്ലാവരും ഒരുപോലെ കാത്തിരുന്ന പ്രതീക്ഷിച്ച ഒരു വാർത്തയിലേക്ക് തന്നെയാണ്. വാട്ടർ മെട്രോ ഫോർട്ട് കൊച്ചിയിലേക്ക് ഇന്ന് സർവീസ് ആരംഭിക്കുകയാണ്. ഹൈക്കോർട്ട് ജംഗ്ഷൻ ഫോർട്ട് കൊച്ചി റൂട്ടുകളിലേക്കാണ് ഇന്ന് സർവീസ് ആരംഭിക്കുന്നത്. വിവരങ്ങളുമായി മനീഷ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. മനീഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അഞ്ജന. മനീഷ്, അതായത് നമ്മൾ വളരെയധികം കാത്തിരുന്ന ഒരു വാർത്ത തന്നെയാണ്. അതായത് വാട്ടർ മെട്രോ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തുകയാണ്. സ്വാഭാവികമായും പൊതുജനങ്ങൾ എന്ന രീതിയിൽ ഈ ഒരു അവധിക്കാലമാണ്. അവധിക്കാലത്ത് ഫോർട്ട് കൊച്ചിയിലേക്ക് വാട്ടർ മെട്രോന്റെ സർവീസ് കൂടുതൽ നീട്ടുമ്പോൾ സ്വാഭാവികമായും ഗതാഗത കുരുക്കില്ലാതെ ഒരുപാട് ആളുകൾക്ക് ഫോർട്ട് കൊച്ചിയിലേക്ക് എത്താം. അങ്ങനെ നിരവധി പ്രയോജനങ്ങളുണ്ട്. എങ്ങനെയാണ്, എപ്പോഴാണ് സർവീസ് ആരംഭിക്കുന്നത്, എങ്ങനെയാണ്? അഞ്ജന, ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം വൈറ്റ്ലയിലെ വാട്ടർ മെട്രോ സ്റ്റേഷന് മുന്നിലാണ്. ഇന്ന് കൊച്ചി മെട്രോ ഇന്ന് പുതിയൊരു റൂട്ടിലേക്ക് പ്രവർത്തനം ആരംഭിക്കുകയാണ്. പുതിയൊരു റൂട്ടിലേക്ക് സർവീസ് ആരംഭിക്കുകയാണ്. എറണാകുളം ഫോർട്ട് കൊച്ചിയിലേക്കാണ് സർവീസ് ആരംഭിക്കുന്നത്. എറണാകുളം ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്നും രാവിലെ 10 മണിയോടെയാണ് ആദ്യ സർവീസ് ആരംഭിക്കുന്നത്. ഏകദേശം നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ രാവിലെ 10 മണിയോടെ എറണാകുളം ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്ക് ആദ്യ സർവീസ് ആരംഭിക്കും. 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് സമയദൈർഘ്യമാണ്, ഇടവേളകളിലാണ് സർവീസ് ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ 40 രൂപയാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത്. ടിക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ ട്രയൽ റൺ എല്ലാം നേരത്തെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. ആ ഒരു സാഹചര്യം കണക്കിലെടുത്തിട്ടാണ് ഇന്ന് സർവീസ് ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ട് തന്നെ ഉദ്ഘാടന ചടങ്ങോ അല്ലെങ്കിൽ അത്തരത്തിൽ ഫ്ലാഗ് ഓഫോ പോലുള്ള പരിപാടികളൊന്നും തന്നെ ഇല്ല. 10 മണിക്ക് ആദ്യ സർവീസ് തുടങ്ങുക, അത്രമാത്രമാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഫോർട്ട് കൊച്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിദേശികളായിട്ടുള്ളവരും അല്ലെങ്കിൽ നമ്മുടെ ദേശക്കാരും അല്ലെങ്കിൽ വിദേശികളായിട്ടുള്ള 100 കണക്കിന് സഞ്ചാരികൾ ദിവസവും എത്തുന്ന ഒരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. അപ്പോൾ മാത്രമല്ല ഇവിടേക്ക് എത്തുന്നത് ഇവിടെ എത്തുന്നതിനുള്ള ഗതാഗത കുരുക്കെന്ന് പറയുന്നത് വളരെ വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ബസ് മാർഗമാണേലും മറ്റ് പ്രൈവറ്റ് ബോട്ടുകൾ മുഖേനയാണേലും ഇവിടേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് ഒരു പ്രയാസമേറിയൊരു കാര്യമാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരമാണ് ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ഒരു വാട്ടർ മെട്രോ വരുന്നതിലൂടെ സാധ്യമാകുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഈ സ്ഥാപനം, ഈ ഒരു പദ്ധതി 2023 ഏപ്രിലാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 1 വർഷം ആകാറായി. ഏപ്രിൽ 25 ആകുമ്പോഴത്തേക്ക് 1 വർഷം തികയുകയാണ്. ഇപ്പോൾ 2023 ഇത് ആരംഭിച്ച സമയത്ത് ഏകദേശം 9 ബോട്ടുകളും 2 റൂട്ടുകളുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ 12 മാസം പിന്നിടുന്ന സമയത്ത് ഏകദേശം 14 ബോട്ടുകളും 6 റൂട്ടുകളുമായി ഇപ്പോൾ വ്യാപിച്ചിരിക്കുകയാണ്. ഏകദേശം ഈ 1 വർഷക്കാലത്തിനിടയിൽ ഏകദേശം 19 ലക്ഷത്തിൽ പരം ആളുകളാണ് കൊച്ചി വാട്ടർ മെട്രോയെ സർവീസിന് വേണ്ടി വാട്ടർ മെട്രോ ആശ്രയിച്ചിട്ടുള്ളത്. അവധിക്കാലം ആഘോഷിക്കാനെത്തുന്ന സഞ്ചാരികൾക്ക് ഗതാഗത കുരുക്കിൽപ്പെടാതെ സുഗമമായിട്ടുള്ളൊരു യാത്രയാണ് വാട്ടർ മെട്രോ ലക്ഷ്യം വയ്ക്കുന്നത്. അഞ്ജന. ശരി മനീഷ്, എന്തായാലും കൊച്ചി വാട്ടർ മെട്രോ ഫോർട്ട് കൊച്ചിയിലേക്ക് കൂടി സർവീസ് ആരംഭിക്കുകയാണ്. അവധിക്കാലമാണ്, അത് വലിയ രീതിയിലുള്ള പ്രയോജനം തന്നെയായിരിക്കും ഉണ്ടാവുക. അവധിക്കാലത്ത് ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഇത് വലിയ രീതിയിൽ സഹായകരമാകും. എന്തായാലും 10 മണിക്കായിരിക്കും വാട്ടർ മെട്രോയുടെ സർവീസ് ആരംഭിക്കുക.